നമസ്കാരം. അതിർത്തി പ്രദേശങ്ങളിലെ ചൈന പാകിസ്ഥാൻ ഭീഷണി നേരിടാൻ ഇന്ത്യ വികസിപ്പിച്ച ഭാരം കുറഞ്ഞ യുദ്ധ ടാങ്കായ സോറവർ ഗുജറാത്തിലെ ഹാസ്രയിൽ വിജയകരമായി പരീക്ഷിച്ചു. കൂടുതൽ പരീക്ഷണങ്ങൾക്കായി അടുത്ത ഏപ്രിലിൽ ടാങ്ക് സൈന്യത്തിന് കൈമാറും. എല്ലാ പരീക്ഷണങ്ങളും പൂർത്തിയാക്കി 2027 സോറവാർ സൈന്യത്തിൽ വിന്യസിക്കും. കിഴക്കൻ ലഡാക്കിൽ യഥാർത്ഥ നിയന്ത്രണ രേഖയ്ക്കപ്പുറത്ത് ചൈന വിന്യസിച്ച ഭാരം കുറഞ്ഞ മൗണ്ടൻ ടാങ്കുകളുടെ ഭീഷണി നേരിടുകയാണ് സോറവാറിൻ്റെ പ്രധാന ലക്ഷ്യം. ഭാരം കുറവായതിനാൽ T-72, T-90 ടാങ്കുകളേക്കാൾ കുറഞ്ഞ സമയത്തിൽ പർവ്വതങ്ങളിലും മരുഭൂമികളിലും കുത്തനെയുള്ള കയറ്റിറക്കങ്ങളിലും ഉപയോഗിക്കാം. DRDOയും ലാർസൻ ആൻഡ് ടൂബ്രോയും സംയുക്തമായിട്ടാണ് ടാങ്ക് സോറവർ വികസിപ്പിച്ചത്. വെറും 2.5 വർഷത്തിനുള്ളിലാണ് ടാങ്ക് രൂപകൽപ്പന ചെയ്ത് ആദ്യ പ്രോട്ടോടൈപ്പ് അവതരിപ്പിച്ചത്. 354 ടാങ്കുകളാണ് ഈ വിധത്തിൽ നിർമ്മിക്കുക. 19ാം നൂറ്റാണ്ടിൽ ലഡാക്കിൽ സൈനിക ഓപ്പറേഷനുകൾ നടത്തിയ ദോഗ്ര ജനറൽ സോറവാർ സിംഗിൻ്റെ പേരാണ് ടാങ്കിന് നൽകിയിരിക്കുന്നത്. ഭാരം കുറഞ്ഞാലും ഇവൻ കരുത്തനാണ്. ഭാരം 25 ടൺ മാത്രമേയുള്ളൂ. വിമാനത്തിൽ കയറ്റിക്കൊണ്ടുപോകാം. വലിയ ടാങ്കുകൾ എത്താത്ത പർവ്വതങ്ങളിൽ അതിവേഗം വിന്യസിക്കാം. കൈകാര്യം ചെയ്യാൻ എളുപ്പമാണ്. കരയിലും വെള്ളത്തിലും ഉപയോഗിക്കാം. നദികളും തടാകങ്ങളും വേഗം മുറിച്ചു കിടക്കാം. ഭാരം കൂടിയ ടാങ്കിൻ്റെ സുരക്ഷിതത്വവും ഇടത്തരം ടാങ്കിൻ്റെ ആക്രമണശേഷിയും ടാങ്ക് ഭേദ ഗൈഡഡ് മിസൈലുകൾ സ്ഫോടനം ചെറുക്കുന്ന കവചവും ഒക്കെ തന്നെ ഈ ടാങ്കിനുണ്ട്. ഡ്രോണുകളുമായി ബന്ധിപ്പിക്കാം. അനായാസ ചലനശേഷിയും സോറവർ ടാങ്കിൻ്റെ പ്രത്യേകതകളാണ്. ഇത്തരത്തിൽ അത്യന്താധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് വിവിധ യുദ്ധോപകരണങ്ങളാണ് പ്രതിരോധ മന്ത്രാലയവും വിവിധ ഏജൻസികളും ചേർന്ന് ഇന്ത്യക്ക് വേണ്ടി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ പ്രതിരോധ വകുപ്പിൻ്റെ ഏറ്റവും ശക്തമായ ആയുധങ്ങളിൽ ഒന്നായി ഈ സോറവർ ടാങ്ക് മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. വിമാനത്തിൽ കയറ്റിക്കൊണ്ട് ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് കൊണ്ടുപോകാം എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു വലിയ കാറിൻ്റെ വലിപ്പം മാത്രമുള്ള ഈ ടാങ്കിൽ വിവിധ ആയുധങ്ങൾ നിറച്ചു വയ്ക്കാനും അവ യഥാസമയം വിക്ഷേപിക്കാനും ഒക്കെ തന്നെ ആധുനിക സാങ്കേതികവിദ്യയും കമ്പ്യൂട്ടിംഗ് AI സാങ്കേതികവിദ്യയും ഒക്കെ തന്നെയാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ടാങ്കുകളും മിസൈലുകളും ഒക്കെ തന്നെ നിർമ്മിക്കുന്നത് ഇപ്പോൾ DRDOയും അതുപോലെയുള്ള ഏജൻസികളും തുടരുകയാണ്. ഇന്ത്യയുടെ പ്രതിരോധ രംഗത്ത് കൂടുതൽ ശക്തി പ്രാപിക്കുന്നതിനായിട്ടുള്ള നടപടികളുടെ ഭാഗമായിട്ടാണ് ഈ ഒരു പുതിയ ടാങ്ക് വികസിപ്പിക്കുന്നത്. ഇതുപോലെ ചെറു ടാങ്കുകളുടെ ഒരു ശ്രേണി തന്നെ ഇന്ത്യ വികസിപ്പിക്കാൻ ഒരുങ്ങുകയാണ് എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പ്രതിരോധ വകുപ്പിൽ നിന്ന് ലഭിക്കുന്നത്. ഏതാണ്ട് 9ഓളം വിവിധ ഇനങ്ങളിലുള്ള ടാങ്കുകൾ, അതായത് ഒരു മനുഷ്യന് വലിച്ചുകൊണ്ടുപോകാൻ ശേഷിയുള്ള ചെറു ടാങ്കുകൾ ഉൾപ്പെടെ ഇത്തരത്തിൽ വിമാനത്തിൽ കയറ്റിക്കൊണ്ടു പോകാവുന്ന ടാങ്കുകൾ വരെയുള്ള ടാങ്കുകളുടെ ഒരു ശ്രേണി തന്നെ ഇന്ത്യ വികസിപ്പിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ പ്രതിരോധ വകുപ്പിനെ അഭിമാനിക്കാം. ഇത്തരത്തിൽ ആധുനിക സംവിധാന ശേഷിയിൽ ടാങ്കുകൾ ഇങ്ങനെ പൊട്ടി വിടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് തീർച്ചയായിട്ടും അതിർത്തി പ്രദേശങ്ങളിലൊക്കെ തന്നെ സ്ഥിരമായ വിന്യാസമുണ്ടാകും ഈ ടാങ്കുകളുടെ, പ്രത്യേകിച്ചും പാകിസ്ഥാൻ ചൈന അതിർത്തി പ്രദേശങ്ങളിലൊക്കെ തന്നെ. മാത്രമല്ല ഇന്ത്യൻ നേവിയുമായി സഹകരിച്ച് ഇന്ത്യൻ നേവിയുടെ വിവിധ കപ്പലുകളിലും ഈ ടാങ്കുകൾ സ്ഥാപിക്കും. അതുപോലെ തന്നെ ഇന്ത്യൻ എയർഫോഴ്സുമായി സഹകരിച്ച് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ വിവിധ മേഖലകളിലും ഇത് സ്ഥാപിക്കും. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ വിമാനങ്ങളായിരിക്കും ഈ ടാങ്കിനെ വഹിച്ചുകൊണ്ട് പറക്കുക. അത്തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്തായാലും ഇന്ത്യക്ക് പ്രതിരോധ ശക്തിയായി ഒരു ടാങ്ക് കൂടി, അത്യാധുനിക ശ്രേണിയിൽപ്പെട്ട ഒരു ടാങ്ക് കൂടി എത്തുന്നു എന്നത് തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്.